മൂരി വിപ്ലവം. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ കണ്ട ഒരു നാടകം ഓർമ്മ വരുന്നു. ഒരു പ്രായമായ അമ്മയെ ആരും നോക്കാനില്ല, ആരും അവരെ ശ്രദ്ധിക്കാറുമില്ല. അവർ ഒരു ദിവസം രാവിലെ ഒരു പെട്ടിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ മക്കൾ ചോദിച്ചു, അമ്മേ എന്തുവാ പെട്ടിയിലെന്ന്. അമ്മച്ചി പറഞ്ഞു, പിരിച്ചതുണ്ട്, പിരിക്കാനുണ്ട്, പെട്ടിയിലുണ്ട് എന്ന്. ചുമ്മാ മനുഷ്യനെ വട്ടാക്കാതെ കാര്യം പറയാം അമ്മച്ചി എന്നായി മക്കൾ. അമ്മച്ചി അപ്പോഴും വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ആ പിരിച്ചതുണ്ട്, പിരിക്കാനുണ്ട്, പെട്ടിയിലുണ്ട് എന്ന്. മക്കൾ ഓർത്തു, അമ്മച്ചിയുടെ കയ്യിൽ കാര്യമായി എന്തോ സാധനമുണ്ട്, പാരമ്പര്യമായി കിട്ടിയതെന്തോ അമ്മച്ചി മക്കളെ കാണിക്കാതെ പെട്ടിയിലാക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരിക്കാം എന്ന്. ഏതായാലും അമ്മച്ചിയെ സോപ്പിട്ട് വെച്ചാൽ നമുക്ക് അത് കിട്ടുമെന്ന് കരുതി അമ്മച്ചിയെ മത്സരിച്ച് അവർ നോക്കി. മക്കൾ ഈ പെട്ടിയിൽ എന്താണെന്ന് അറിയുവാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അമ്മച്ചി പറഞ്ഞില്ല. അതും കെട്ടിപ്പിടിച്ചായിരുന്നു അമ്മച്ചിയുടെ കിടപ്പ് തന്നെ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അമ്മച്ചി മരിച്ചു. മക്കൾ ആദ്യം അമ്മച്ചിയുടെ കയ്യിൽ നിന്നും പെട്ടി പിടിച്ചെടുത്ത് പരിശോധിച്ചു. അപ്പോൾ കണ്ട കാഴ്ച അവർ കണ്ടു ഞെട്ടി. ഒരു ചെറിയ കഷ്ണം കയറും, പകുതി വിരിച്ച ഒരു കയറിന്റെ കഷ്ണവും, പിന്നെ കുറച്ച് തൊണ്ടും. അതാണ് അമ്മച്ചി വിളിച്ചു പറഞ്ഞത് കൊണ്ട് നടന്നത്. പിരിച്ചതുണ്ട്, പിരിക്കാനുണ്ട്, പെട്ടിയിലുണ്ട് എന്ന്. ഏതാണ്ട് ഇതുപോലെയാണ് അൻവർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അൻവറിന് കലിപ്പുള്ളവർക്കെതിരെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഇത് സൂചനാ തെളിവുകളാണെന്ന്. ആദ്യം മാധ്യമങ്ങളിലൂടെ കയ്യിൽ തെളിവുകളൊന്നുമില്ലെങ്കിലും ഊഹാപോഹങ്ങൾ വിളിച്ചു പറഞ്ഞു ആളായി ജനശ്രദ്ധ നേടി. ആരോപിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ കാണിക്കുവാൻ പറഞ്ഞപ്പോൾ കാക്ക കൈമലർത്തി കാണിക്കുന്നു, ദേ ഇതാണ് ആ രേഖ എന്ന്. എന്നിട്ട് ഈ കാവർക്കിത്തരം കാണിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ട് പറയുകയാണ്, ഞാൻ ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാണ് പോഴത്തരം വിളിച്ചു പറഞ്ഞതെന്ന്. ഇന്നലെ വരിയെടുത്തു വിട്ടെങ്കിലും താൻ ഒറ്റയ്ക്ക് മൂരി വിപ്ലവം തുടരുമെന്ന് അൻവർ കാക്ക ഒരു എളുപ്പമില്ലാതെ ഇന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ അവസാനം ഒരു മുടിഞ്ഞ നാടകവും. ഷുക്കൂറെ ആ വീഡിയോ എടുക്കടാന്ന്. ഇപ്പോ ചെസ് നമ്പറൊന്നും ഇല്ല കേട്ടോ, അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റും ഇല്ല. അത് എഴുതി കൊടുക്കുന്നവനെ റാന്നിയിലെ ഒരു വീട്ടിൽ നിന്നും കുളിമുറിയിൽ നിന്നും അടിവസ്ത്രം മോഷ്ടിച്ചു എന്ന കേസിൽ അറസ്റ്റിലായി എന്നാണ് വിവരം. മൂരി വിപ്ലവ പ്രഖ്യാപനം കേട്ടോളൂ. ഇന്നലെ പാർട്ടി സെക്രട്ടറി കണ്ടു കഴിഞ്ഞു, എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇല്ല, പാർട്ടി സെക്രട്ടറിയെ കാണും ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക്, പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു. ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും. ഇപ്പം അങ്ങ് എലിയായി പോയി, അങ്ങയുടെ പോരാട്ടം നിലച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതിനെയാണ് എന്താണ് പ്രതികരിക്കാനുള്ളത്? എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല. എങ്ങനെ അല്ല, എനിക്കതിൽ പറയാനുള്ളത്, ഇപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ 2 ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. ഇപ്പോൾ എലിയായിപ്പോയി, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എലിയായാലും പൂച്ചയായാലും ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും. അതിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു, DGPയെ മാറ്റി നിർത്തണോ? ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ, അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെൻറ്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെൻറ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം, ഒരു സൂചന പറയുകയാണെങ്കിൽ, ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ?
അല്ല ADGP മാറ്റി നിർത്തുന്നില്ലല്ലോ. അല്ല അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ, അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അല്ല അതെനിക്കറിയില്ല. നിങ്ങൾക്കുള്ള തിരക്ക് എനിക്ക് കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ MLA പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ MLA പറയുമ്പോൾ ഈ MLAയുടെ പരാതിയിൽ ഒരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു. അപ്പോൾ നിർണായക തസ്തികയിൽ MR അജിത്കുമാർ ഇരിക്കുകയാണ്. അത് അപ്പോൾ നീതിപൂർവമായ ഒരു അന്വേഷണം എങ്ങനെ നടക്കും? ഈ G. സ്പർജൻകുമാറാണെങ്കിലും തോംസൺ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ്. അപ്പോൾ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും? അല്ല, അതിപ്പോൾ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത്. ആ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ? അല്ല അങ്ങനെ ഉണ്ടാവോ? പിന്നിൽ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതെങ്കിലും മനുഷ്യരുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ടോ അങ്ങേക്ക് പിന്നിൽ? അല്ല, ദൈവം ദൈവമായിട്ട് നിൽക്കുള്ളൂ. ദൈവം മനുഷ്യന്റെ രൂപത്തിലൊന്നും അവതരിക്കില്ല. നേരത്തെ പറഞ്ഞത് അദ്ദേഹം അങ്ങനെയാണ് നിൽക്കുക. ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാരുടെ അടുത്തേക്ക് തന്നെയാണ് അവർക്ക് പോകേണ്ടത്. അപ്പൊ അങ്ങനെ സാഹചര്യം നിൽക്കുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവുമോ? പരിഹാരം വേണ്ടേ? അല്ല, അതിന് പരിഹരിക്കണല്ലോ. അതിന് പരിഹാരം ഉണ്ടാവണ്ടേ? അല്ല, അത് പഠിക്കട്ടെ എന്ന്. അങ്ങനെ ഉണ്ടാവോ? ഇപ്പൊ അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർത്തി. എങ്ങനെ? അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ പറഞ്ഞു. അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ സുജിത് ദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ. ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പോൾ അങ്ങ് കണ്ടുവന്നിറങ്ങിയ സ്ഥലം. കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. MLA ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഒരു ഫലം കാണും എന്ന അത് പ്രതീക്ഷയാണോ? കാരണം അങ്ങ് പാർട്ടി സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന ഒരാളാണ്. അങ്ങ് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രി വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം. അതിന് ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്കറിയില്ല. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ PV അൻവർ വേണ്ടി വന്നു. കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്നവർ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. കുറ്റകരമായ ഒരു മൗനമല്ലേ? അപ്പോൾ അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല. അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയവർ അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അതുമായി ഞാൻ മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല. അല്ല, അത് നിങ്ങൾ പറഞ്ഞോ കീഴടങ്ങി. PV അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ, പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും ഇന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നടക്കണ കാര്യമല്ല. അല്ല, നിങ്ങളത് വിചാരിക്കണ്ട, നടക്കൂല. അങ്ങയുടെ നടപടി പൊതുവെ ആളുകൾക്ക് അഭിനന്ദിക്കാവുന്ന തരത്തിലാണ്. കാരണം പാർട്ടി പ്രവർത്തകർക്ക് അങ്ങ് പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഫലം കൂടി ഉണ്ടാകട്ടെ. ഈ പോരാട്ടം വിജയിക്കുക കൂടി വേണ്ട. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോൾ വിപ്ലവം ഉണ്ടാവരെങ്ങനെയാ? നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ. വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കിയിട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക.
ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ എന്ന് നമുക്ക് നോക്കാം. ഓയൂരിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം, അതിലേക്കൊന്നും ഞാനില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറാൻ തയ്യാറല്ല. മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം. നിങ്ങൾക്ക് പോയി അന്വേഷിക്കാലോ. MR അജിത് കുമാറും BCCക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, കുറച്ച് തെളിവുകളും പുറത്തു വന്നു. ഏതാണ്ട് വളരെ കുറച്ച് മാത്രം. ഇനിയും ഒട്ടേറെ തെളിവുകൾ MLA-യുടെ പക്കലുണ്ട്. അത് പുറത്തുവിടേണ്ട സാഹചര്യമായോ? കാരണം അന്വേഷണം ഇവരെ നിലനിർത്തിക്കൊണ്ടാണ്. അല്ല, ഇപ്പൊ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നതൊക്കെ കേട്ടാൽ MLA അന്വേഷിക്കണം, MLA സാക്ഷികളെ കൊണ്ടുവരണം, MLA തെളിവുകൾ കൊണ്ടുവരണം, MLA വരെ അറസ്റ്റ് ചെയ്യണം, MLA വരെ ജയിലിലാക്കിയിട്ടില്ല, MLA മുങ്ങി. ആഹാ, ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും? ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചനാ തെളിവുകളാണ്. അത്രേ കൊടുക്കാൻ കഴിയൂ. ആ തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവുകൾ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ്, ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത്. ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ. ഇവരെയൊക്കെ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാര്? ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഈ ഉദ്യോഗസ്ഥർ സുജിത് ദാസിനും അജിത് കുമാറിനുമെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. ഇതിനൊരു നടപടിക്രമമില്ലേ? ആ നടപടിക്രമമില്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ, അല്ല ഞാൻ ചോദിക്കട്ടെ, സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം. പക്ഷേ ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ മാറ്റുന്നതിന് ഈ നടപടി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ. എന്താ ചെയ്യാത്തത്? സാധിക്കുമായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് അത്ര പ്രൊഫഷണലായിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഒരു ഹെഡ് മാസ്റ്ററെ കുറിച്ചുള്ള പരാതി അവിടെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ ഉണ്ടാവുമോ? ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക്, ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിനൊരു സമയം എടുക്കുമായിരിക്കും. വി വിൽ വെയിറ്റ് ആൻഡ് സീ. അങ്ങയുടെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിയോടാണോ പാർട്ടിയോടാണോ? എൻ്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി. അങ്ങനെയാ മുഖ്യമന്ത്രി ആയത്? അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ല. അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം? ജൂനിയർ ഓഫീസർമാർ നടത്തുന്ന ഈ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയുണ്ട്? അല്ല, അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നോക്കാം. ഏത് ജൂനിയർ ഓഫീസർ ഇപ്പം ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയുക, അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ല നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട്. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 ആണ്, ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും. മനസ്സിലായില്ലേ? എങ്ങനെ? അല്ല, അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല. ഒക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം. അന്വേഷണം എങ്ങനെ പോകുന്നത് നോക്കാം നമുക്ക്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം അല്ല ഞാൻ പറയട്ടെ, കണ്ട് ശീലിച്ചവരാണ്. അപ്പം ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു, ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം, SP-യുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും CM-ൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല. എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള എൻ്റെ ഗൺമാന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പിന്നിൽ ആ ധർമ്മം എൻ്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ്. ബാക്കി ഇപ്പോൾ ഞാനിത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു, മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു, ഇപ്പോൾ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഇനി എന്ത് നടക്കും നമുക്ക് നോക്കാം. അല്ല, അങ്ങേക്ക് ഈ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിനെ ഇത് അറിയിച്ചാൽ മതി? അല്ലല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്ന എൻ്റെ തീരുമാനമാണ്. അല്ലല്ല, അതൊക്കെ നമുക്ക് നോക്കാം. അന്വേഷണമൊക്കെ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാലോ. ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അന്വേഷണം നടക്കുമല്ലോ, അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലോ. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും. മനസ്സിലായോ? ഇവരിൽ പലരും
ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും. ആരെ? ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ, അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും. അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം. അതിന് മുന്നിൽ ഞാനുണ്ടാകും. അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തനെ കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയാൻ ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും. പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ. എൻ്റെ അടുത്ത് തർക്കമില്ല. പ്രതിപക്ഷ മുന്നണികൾ പറയുന്നത് CBI അന്വേഷണം വേണമെന്നാണ്. അല്ല, പ്രതിപക്ഷം വിട്, നിങ്ങൾ പ്രതിപക്ഷം വിട്. അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇവിടുത്തെ ഏജൻസി, ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ. ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല. അല്ല, അത് നമുക്ക് പിന്നെ പറയാം. അത് ഇങ്ങോട്ട് തന്നെ മറിയും. പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ, മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ, നമുക്ക് കാണാം. അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു. അയൽവാസികളോട് അവരെ പലരോടും ആവശ്യപ്പെടും. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി. ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ്. അവിടെയാണ് സ്വർണം മുറിക്കുന്നത് പോലീസ് പിടിച്ചിട്ട്. ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കടത്താണ്. സിയാദ്, ആ വീഡിയോ ഉണ്ട് ഇവിടെ. അവൻ അയക്കുന്ന വീഡിയോ ഇവിടെ. കൊണ്ടോട്ടിയിലെ സാധനം ഷോപ്പ് സാധനം എടുത്ത് കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ആ വീഡിയോ എടുക്ക്. മനസ്സിലായോ? ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് അപ്രസ് ചെയ്യുന്ന ഉരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് കോൾ സ്മിത്ത്, അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി. അതിൻ്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യിൽ. അവനെ പിടിച്ചാലറിയും ഇതിൻ്റെ ഒന്നാം ഘട്ടം. അവിടെ തെളിവ് നശിപ്പിക്കുക. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ഓഫിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത് ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത് ദാസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അന്നേ പറഞ്ഞല്ലോ ഞാൻ. അല്ല, ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.